അപ്പോൾ ടീച്ചർ എന്താണ് ഉണ്ടാക്കുന്നത്? ബീഫ് ഫ്രൈ. ആദ്യം വെളിച്ചെണ്ണ ഞങ്ങൾ ചൂടാക്കി. വെളിച്ചെണ്ണ ശരിക്കും ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് ഞങ്ങളിട്ടത് 2 തരത്തിലുള്ള കടുകുണ്ട് ഇവിടെ. വെളുത്ത കടുകും കറുത്ത കടുകും മിക്സ്. അതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ്, കോമ്പിനേഷൻ ഓഫ് ടേസ്റ്റ് എന്ന് പറയും. അത് ചൂടായി കഴിയുമ്പോൾ ഇച്ചിരി കരിവേപ്പിലിട്ട് മൂപ്പിച്ചു. അത് മൂത്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചായിരുന്നത് അതിട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു 3-4 നീട്ടത്തിൽ പീസ് പച്ചമുളക് അതിട്ടാണ് മൂപ്പിക്കുകയാണ്. പച്ചമുളക് കീറിയത്. അപ്പോൾ ഇനി ഇത് മൂത്ത് കഴിയുമ്പോൾ ആണ് അടുത്ത പരിപാടി. ഇറച്ചി ഇവിടെ ഓൾറെഡി മസാലയെല്ലാം ചേർത്ത് വേവിച്ച് ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ സീക്രട്ട് കോമ്പിനേഷൻ ഉണ്ട്. അത് യൂട്യൂബിൽ പറയില്ല. ഇല്ലില്ല. അതാണ് ഏത് ആശാന്റെ ഒരു വിദ്യ, സീക്രട്ട്. അപ്പൊ ബാക്കി പിന്നെ ദിവസം ജീച്ചാനൂടെ കൂടി കഴിഞ്ഞാല് അവിടെ രുചികളുടെ മേളങ്ങളാണ്. അത് കോതാങ്കല സ്റ്റൈലുള്ള സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്. തേങ്ങാക്കൊത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ജീച്ചാനെ ഞാൻ ശക്തമായി ഇതിനെ എൻകറേജ് ചെയ്താണ്. വല്ലപ്പോഴും എല്ലാം ചെയ്യാറുണ്ട്. വരുന്നുണ്ട്. ഇനി പൊടികളിടണം. പൊടി ഇട്ടതാണ്. ഇതിന്റെ കൂട്ടത്തിൽ വേറെ ഒരു പൊടിയില്ല, കുരുമുളക് പൊടി മാത്രം. കുരുമുളക് പൊടിയും പിന്നെ ചുവന്ന വറ്റൽ നീട്ടത്തിലുള്ള വറ്റൽമുളകാണ് വേണ്ടത്. പക്ഷെ ഇവിടെ അമേരിക്കയിൽ ഇങ്ങനെ പൊടി കിട്ടും. ക്രഷ്ഡ് റെഡ് ചില്ലി എന്ന് പറയും അതിന്. കുരുമുളക് നല്ല സ്മൂത്തായിട്ട് അതും റെഡിയാണ്. ബ്ലാക്ക് പെപ്പർ, പ്യൂർ ഗ്രൗണ്ട് ബ്ലാക്ക് പെപ്പർ, ക്രഷ്ഡ് റെഡ് പെപ്പർ. ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ലേശം മുളക് പൊടി, ക്രഷ്ഡ് പെപ്പർ. അത് ഭയങ്കര എരിവായിരുന്നു, അന്യ എരിവാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ, അത് മതി. പിന്നെ എരിവ് വേണമെന്ന് താല്പര്യമുള്ളവർക്കാണ് കുരുമുളക് ഒരു ലേശം പൊടിക്ക്. ഇല്ല, ഇനി കുരുമുളക് പിന്നെയാണ് ചേർക്കണത്. അത് ഇറച്ചി വറുത്തിട്ട് കറുത്ത് വരുന്ന ഒരു പരുവുണ്ട്. അതിനു വേണ്ടിയിട്ട് മെയിൻലി ഉപയോഗിക്കുന്നതാണ് കുരുമുളക് പൊടി. ഏത് സാധനവും കറുപ്പിച്ചെടുക്കണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുക. ഏത് സാധനവും കുഴമ്പ് പരുവത്തിനാക്കണം എന്നുണ്ടെങ്കിൽ അല്പം വെളുത്തുള്ളി ചതച്ചിടുക, അല്ലെങ്കിൽ ഉള്ളി ചതച്ചിട്ട് ഇട്ടാലും മതി. അതൊരു പുഴുക്ക് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം ഇത് ശരിക്കും മൂത്തു. ഇനി ഇതേ അപ്പൊ തന്നെ അതിൻ്റെ വറയുടെ ഒരു മണം ഓൾറെഡി ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇനിയുള്ള പരിപാടി ഇപ്പം തേങ്ങാക്കൊത്തുങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കുരുമുളക് അവസാനം ചേർത്ത് ചെയ്യാൻ പോകുന്നത്. ഇതിങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് ഈ കൂട്ടെല്ലാം ബീഫിലേക്ക് പിടിക്കും. ഇപ്പൊ തന്നെ ഒരു ബീഫ് ഫ്രൈഡ് മണം വരുന്നില്ല. എല്ലാം പറഞ്ഞ പോലെ നമുക്ക് ഇതിന്റെ അവസാനം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം.